വിയറ്റ്നാമിലെത്തിയതിനു ശേഷം ഡനാങ് എന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേർന്ന് അവിടെ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ച് ലേഡി ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡനാങ് എന്ന മനോഹരമായ സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ബീച്ചിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ നാലുവരി പാതയിലൂടെയാണ് ഇപ്പോൾ നാം സഞ്ചരിക്കുന്നത്. ഡനാങ്ങിൽ എവിടെ നോക്കിയാലും അതിമനോഹര കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം വിയറ്റ്നാം സർക്കാർ ഡനാങ്ങിനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി ഉയർത്തിക്കൊണ്ടുവരാനും ഉള്ള കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 വർഷത്തിന് ശേഷം പട്ടായയ്ക്ക് സമമായതോ ഇല്ലെങ്കിൽ അതിലും മനോഹരമായതോ ആയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഈ ഡനാങ് സിറ്റിയെ മാറ്റാനാണ് ഇവിടുത്തെ സർക്കാർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ അതിന് അനുയോജ്യമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റോഡായാലും ബീച്ചായാലും പാർക്കുകളായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായാലും എല്ലാം ഈ മനോഹരമായ ടൂറിസ്റ്റ് സിറ്റി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്ന രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശങ്ങളിലും മനോഹരമായ ഗാർഡനുകളും തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ മനോഹരമായി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന സസ്യസമ്പത്തും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത കാലങ്ങളിലായി നിർമ്മിക്കപ്പെട്ട അമ്പരചുംബികളായ സൗധങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഒരു ടൂറിസ്റ്റ് സെൻ്ററായി വികസിപ്പിക്കുമ്പോൾ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു മുന്നോടി എന്ന നിലയിൽ വളരെയേറെ ദീർഘവീക്ഷണത്തോടെ അനേകം അമ്പരചുംബികളാണ് ഇവിടെ തലപൊക്കുന്നത്. അത് വാണിജ്യ കോംപ്ലക്സുകളായും ഹോട്ടലുകളായും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും ടൂറിസ്റ്റിനെ ആകർഷിക്കാനുള്ള മറ്റ് കലാപരിപാടികൾ ഒരുക്കുന്ന ഇടങ്ങളായാലും ഒക്കെ ഇവിടെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ പലപ്പോഴും അല്പമൊക്കെ ഇപ്പോൾ മങ്ങിയ രീതിയിൽ കാണാമെങ്കിലും ഒരു 5 വർഷത്തിന് ശേഷം ഡനാങ് സിറ്റി വളരെയേറെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ധാരാളം വാഹനങ്ങളും ആൾ സഞ്ചാരവും നിറഞ്ഞ ഈ സിറ്റിയിൽ അനേകായിരം ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡനാങ് എന്ന മനോഹരമായ സിറ്റിയിലെത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കാണേണ്ട കാഴ്ചയും ആദ്യം കാണുന്ന കാഴ്ചയും ഇവിടുത്തെ കുന്നിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലേഡി ബുദ്ധ സ്റ്റാച്യു ആണ്. ഏതാണ്ട് 67 മീറ്റർ ഉയരത്തിൽ ഉള്ള ബുദ്ധ പ്രതിമയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യു എന്ന് അറിയപ്പെടുന്നത്. 35 മീറ്റർ വിസ്തൃതിയുള്ള പീഠത്തിലാണ് ഈ 67 മീറ്റർ ഉയരമുള്ള ബുദ്ധ സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് സൈഡിലായി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പഗോഡയുമുണ്ട്. നാം ഇവിടേക്കും എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ഡനാങ് സിറ്റിയുടെ 2 മനോഹരമായ ബീച്ചുകൾ കടന്നാണ് നാം ഈ കുന്നിൻ മുകളിലേക്ക് എത്തിച്ചേരേണ്ടത്. അത് മൈ കെ ബീച്ചും നോൺ നുക്ക് ബീച്ചും ആണ്. വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന 2 സുന്ദരമായ ബീച്ചുകൾ. ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ഒക്കെ സമയം ചെലവഴിക്കുന്നതിനായി എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇല്ലെങ്കിൽ എത്താൻ ആഗ്രഹിക്കുന്ന 2 മനോഹര ബീച്ചുകളാണ്
നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നാം ഇപ്പോൾ കടന്നു പോകുന്നത് 4 വരി പാതകളാണെങ്കിൽ കൂടി ഈ പാതയുടെ 2 വശങ്ങളിലുമായി ദ്വിചക്ര വാഹന സവാരി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്കും സഞ്ചരിക്കാനായി, അതും സുഗമമായി സഞ്ചരിക്കാനായി പ്രത്യേക സൈക്കിൾ ട്രാക്കും ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന വിദേശി ടൂറിസ്റ്റുകളിൽ മിക്കവരും തന്നെ ഇവിടെ എത്തി ഒന്നെങ്കിൽ ഒരു സൈക്കിളോ ഇല്ലെങ്കിൽ ഒരു ദ്വിചക്ര വാഹനമോ വാടകയ്ക്കെടുത്ത് ദിവസം മുഴുവനും ആ ഇരുചക്ര വാഹനങ്ങളിൽ കറങ്ങി നടന്ന് ഈ സിറ്റിയുടെ മനോഹാരിത ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ എവിടെയും മനോഹരമായ കാഴ്ചകൾ മാത്രമുള്ള ഈ ദനാങ് സിറ്റിയിൽ നാം എത്ര വിവരിച്ചാലും മതിവരാത്തത്ര മനോഹരമായ ബീച്ചുകളാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുക. കാരണം വിശാലമായി പരന്നു കിടക്കുന്ന മണൽപ്പരപ്പിൽ എവിടെയും ആർത്തുല്ലസിക്കുന്ന തെളിനീർ ജലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. യാതൊരു മാലിന്യവും ഇല്ലാതെ വൃത്തിയായി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന കടൽ തീരങ്ങൾ, ബീച്ചുകൾ. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന യാത്രികർക്ക് സുഖമായി ഇരുന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം സായാഹ്നങ്ങൾ ചെലവഴിക്കാനുമുള്ള രീതിയിൽ മനോഹരമായി നിർമ്മിച്ചു നൽകിയിരിക്കുന്ന പുല്ലുമേഞ്ഞ ചെറു ഷെഡുകൾ, ഒപ്പം കുളിക്കാനും വെള്ളത്തിലെ വിവിധ ക്രീഡകളിൽ ഏർപ്പെടാനും ആർത്തുല്ലസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ധാരാളമായി ഒരുക്കി നൽകുന്നുണ്ട്. തങ്ങൾ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ധാരാളം പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇവിടെ സുലഭമായി ലഭിക്കുന്ന ലഘുപാനീയങ്ങളും മറ്റ് പാനീയങ്ങളും ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികൻ്റെയും മറ്റൊരു ആകർഷണം കൂടിയാണ്. ധാരാളമായി രുചികരമായി ഭക്ഷണം വിളമ്പുന്ന ധാരാളം ഭക്ഷണശാലകളും റെസ്റ്റോറൻറ്റുകളും ചെറു കടകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനെയും പിന്നെയും ഇവിടേക്ക് മാടി വിളിക്കുന്നത്ര മനോഹരമായ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളുമാണ് ഇവിടുത്തെ സർക്കാർ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കായി ഒരുക്കി നൽകുന്നത്. അങ്ങനെ ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളും കണ്ട് ഈ ബീച്ചിൻ്റെ മനോഹാരിത ആവുന്നത്ര മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ലേഡി ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് നാം ബസ്സിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണുന്ന അതിമനോഹരമായ മലമുകളിലാണ് 67 അടി ഉയരമുള്ള ലേഡി ബുദ്ധ സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത്. താമരയിൽ നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ പീഠം അലങ്കരിച്ചിരിക്കുന്നതും ഏതാണ്ട് 35 മീറ്റർ വിസ്തൃതിയുള്ള പീഠത്തിന്മേലാണ് ഈ 67 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത്. ദനാങ് സിറ്റിയുടെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും മനോഹരമായി കാണത്തക്ക രീതിയിലാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവിനോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായ ഒരു പഗോഡയും നിർമ്മിച്ച് ഇവിടെ എത്തുന്ന യാത്രികർക്കും ഭക്തർക്കും ഈ പഗോഡയിലെത്തുവാനും ഇവിടെ പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാ അവസരവും ഇവിടുത്തെ ബൗദ്ധ ഭിക്ഷുക്കൾ ഒരുക്കി നൽകുന്നുണ്ട്. അത് തീർച്ചയായും ഇവിടുത്തെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു ആസൂത്രണമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു സിറ്റിയാണ് ഇത് എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. ഒരു ബൗദ്ധ സന്യാസിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പടുകൂറ്റൻ ലേഡി ബുദ്ധ സ്റ്റാച്യു സ്ഥാപിക്കുകയും അതിനുശേഷം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഈ ദനാങ് എന്ന മനോഹരമായ സിറ്റിയിൽ ഒരിക്കൽ പോലും ഒരു പ്രകൃതി ദുരന്തമോ ജലപ്രളയമോ വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും. ഈ ദനാങ് എന്ന മഹാനഗരത്തെ
ഈ അതിമനോഹരമായ ടൂറിസ്റ്റ് സെൻ്ററിനെ കാത്തു പരിപാലിക്കുന്ന ദൈവിക ശക്തിയായിട്ടാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിനെ ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാനഗരത്തിൽ എത്തുന്ന ഏതൊരു യാത്രികനും ആദ്യം തന്നെ എത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചു നിൽക്കുന്ന ഈ പർവ്വത അഗ്രം. അങ്ങനെ ഈ മനോഹരമായ സിറ്റിയിലെ കാഴ്ചകളിലേക്കും ഇവിടെ നിന്നും ഇതിനടുത്തുള്ള ബാണ ഹിൽസ് തുടങ്ങിയ മറ്റ് മനോഹര കാഴ്ചകളിലേക്കും അതുപോലെ തന്നെ മറ്റ് ബീച്ചുകളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനും ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിനടുത്ത് എത്തുകയും പഗോഡയിൽ എത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് തങ്ങളുടെ യാത്ര തുടരുക. കാരണം അത്രയേറെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചയും അത്രയേറെ ശക്തിയുള്ളതുമാണ് ഇവരുടെ വിശ്വാസവും. അങ്ങനെ ഈ മനോഹരമായ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിനെ പറ്റിയും അതിനോട് ചേർന്നുള്ള പഗോഡയെക്കുറിച്ചും ഇതേ ചുറ്റിപ്പറ്റിയുള്ള ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന വഴി 4 വരി പാതയിൽ നിന്നും നമ്മുടെ നാട്ടിൻപുറത്തെ എന്നതുപോലെ 2 വരി പാതയായി മാറുകയും അത് ഒരു നാട്ടിൻപുറത്ത് എന്നതുപോലെ മുന്നോട്ട് നീങ്ങുകയുമാണ്. ഇരുവശങ്ങളിലും ധാരാളം പച്ചപ്പുകളും മരങ്ങളും. നാം സഞ്ചരിക്കുന്ന ബസ്സിന് വലതുവശത്തായി മനോഹരമായ ഇവിടുത്തെ വിശാലമായ ബീച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇടതുവശത്താണെങ്കിൽ ഈ മല പങ്കിടുന്ന മലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ. എത്ര ദൂരം നോക്കിയാലും എവിടെയും പച്ചപ്പും ഹരിതാപവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അങ്ങനെ ഈ മല കയറി നാം മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കൺമുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഈ മല കുറച്ച് കയറിയതിന് ശേഷം നാം ഇടത്തേക്ക് തിരിഞ്ഞു വേണം ഈ പഗോഡയിലേക്കും അതുപോലെ തന്നെ ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുവാൻ. അങ്ങനെ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധാരാളം ടൂറിസ്റ്റുകളെയും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും നമ്മുടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന യാത്രികരെയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കേരളത്തിലെ ഒരു തനിനാടൻ ഗ്രാമത്തിൽ സഞ്ചരിക്കുന്ന അതേ പ്രതീതി ഉളവാക്കുന്ന തെങ്ങുകളാണ് നമ്മുടെ വലതുവശത്ത് ധാരാളമായി കാണാൻ സാധിക്കുക. ഏതാണ്ട് കേരളത്തോട് കിടപിടിക്കുന്ന പ്രകൃതിയും ഇവിടുത്തെ സസ്യസമ്പത്തും മരങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ട് എത്തുക. ഇങ്ങനെ നാം നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ അതിസുന്ദരമായ ബീച്ചും ആ ബീച്ചിൻ്റെ സായാഹ്നത്തിലെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നാം നമ്മുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ലേഡി ബുദ്ധ സ്റ്റാച്ചു എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടതുവശത്തായി അതിമനോഹരമായി നമുക്ക് കാണപ്പെടുന്ന കടലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരിക. അങ്ങനെ നാം സഞ്ചരിച്ച് ഇപ്പോൾ പഗോഡയിലേക്ക് തിരിയേണ്ട സ്ഥലമായി. അങ്ങനെ ബസ് ഇടത്തേക്ക് തിരിഞ്ഞ് ഈ പഗോഡയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പമൊരു കുന്നിന് മുകളിലായിട്ടാണ് ഈ പഗോഡയും അതുപോലെ തന്നെ ലേഡി ബുദ്ധ സ്റ്റാച്ചുവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എൻട്രി ഗേറ്റിൽ ബസ് ഒന്ന് നിർത്തിയതിന് ശേഷം ബസ് ഡ്രൈവർ മുന്നോട്ടെടുത്ത് കുത്തനെയുള്ള കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള തിടുക്കത്തിലാണ് ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ഓരോ യാത്രികനും. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചു നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള പഗോഡയും അതിലെ മനോഹരമായ കാഴ്ചകളും ഇവിടെയുള്ള ബൗദ്ധ സന്യാസികളും അതുപോലെ തന്നെ ബുദ്ധ തീർത്ഥങ്കരന്മാരും ഒക്കെ നമുക്ക്
മനോഹരമായ കാഴ്ചയാണ് ഇവിടെ സമ്മാനിക്കാനിരിക്കുന്നത്. ഈ പഗോഡയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രകൃതിയും ഒക്കെ നമ്മുടെ കണ്ണിന് ആനന്ദകരമായ കാഴ്ചയാണ് സമ്മാനിക്കുക. പഗോഡയുടെ അടുത്തു നിന്നും ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്തു നിന്നും ഉള്ള കടൽക്കരയിലേക്കുള്ള കാഴ്ച അതിമനോഹരമെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മലയുടെ അഗ്രത്തിൽ നിന്നും കടലിലേക്ക് നാം നോക്കുമ്പോൾ അനന്തമായി വിശാലമായി പരന്നു കിടക്കുന്ന നീലക്കടലാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. നാം എത്തുമ്പോൾ നമ്മുടെ ബസ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിശാലമായ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ പാർക്കിങ്ങിൽ നമ്മുടെ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള വേണ്ടി സഹയാത്രികരോടൊപ്പം ഞാനും ഈ മനോഹരമായ കുന്നിൻ മുകളിലേക്ക് ഈ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക്, അതുപോലെ തന്നെ മനോഹരമായി ഇവിടെ നിർമ്മിച്ച് പരിപാലിച്ചു വരുന്ന ഈ പഗോഡയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുവാനും അത് നിങ്ങൾക്കായി സംഗ്രഹിക്കുവാനും.